സ്വർഗം നല്ലോർക്കും ചീത്തോർക്കും കൊടുക്കുന്നതാണ് എന്ത്? സ്വർഗം ചെങ്ങായി. സ്വർഗം റബ്ബിൻ്റെ അത്വ ആണ്, അവൻ്റെ കൊടുതിയാണ്. നല്ലോർക്കും കൊടുക്കും, ചീത്തോർക്കും കൊടുക്കും. അവൻ വിചാരിച്ചോർക്കും കൊടുക്കും. നല്ലോർക്കും കൊടുക്കും, ചീത്തോർക്കും കൊടുക്കും. ഇപ്പം ചെയ്യുന്ന നോമ്പ് വെച്ച് എൻ്റെ നോമ്പിൻ്റെ പേര് ബത്തക്ക നോമ്പ് എന്നാണ്. ബത്തക്ക തിന്നാനുള്ള ധാർമ്മികമായ അവകാശത്തിന് വേണ്ടി കളിച്ച കളിയാണ് എൻ്റെ നോമ്പ്. അങ്ങനെ സാധനം പ്ലേറ്റിലാക്കി സമൂഹത്തുറയിലൊക്കെ കണ്ടിട്ടില്ലേ? ബത്തക്ക പ്ലേറ്റ്, മറ്റേ കുമ്പളം, എന്താ പറയുക, പൈനാപ്പിള്, അതൊക്കെ വെട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ആ ധൈര്യത്തിൽ അവകാശത്തിൽ അവിടെ പോയാണ്ട് ഇരുന്ന് ഒരവകാശം. നാലുകെട്ടിലാണ് എൻ്റെ ഓർമ്മ. MT വാസുദേവൻ നായർ നാലുകെട്ടിൽ എന്നൊരു നോവലുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീൻ്റെ പേരിന് ഓർമ്മയില്ല. അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ടൈലർ ഇങ്ങനെ മെഷീൻ ചവിട്ടിയിട്ട് കുപ്പായം അടിക്കുന്നത് ഇങ്ങനെ കാണും. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടി കുട്ടിക്ക് വലിയൊരു പൂതിയാണ്. അപ്പോൾ അവിടെ നിൽക്കണ്ടാൽ ടൈലർ ആട്ടും വീടവിടുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അവൻ്റെ കുപ്പായം തുന്നാൻ വേണ്ടി അമ്മ ടൈലർ ഏൽപ്പിച്ചത്. അപ്പം അവിടെ ഇരുന്നു. എന്തുകൊണ്ട്? ഇന്നെനിക്ക് നോക്കിയിരിക്കാനുള്ള ഒരു അവകാശം എന്നതുപോലെ നമുക്കിപ്പോൾ ബത്തക്കൻ്റെ ആ പ്ലേറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഇരുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. സ്വർഗം നോമ്പർക്കെല്ലാം കൊടുക്കാം. അള്ളാഹു വിചാരിച്ചവർക്ക് കൊടുക്കും, ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും, വിചാരിച്ചവർക്കും കൊടുക്കും. ഒക്കെ അള്ളാഹ് സ്വന്തമാണ്. എന്തിനായി സ്വർഗം കിട്ടാൻ നോമ്പിട്ട്? സ്വർഗം കിട്ടാൻ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും പുറത്ത് പറയരുത്, സ്വകാര്യ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലാവിടെ പറഞ്ഞത്? നിങ്ങൾ ചിത്തൊക്കെ സത്യമാണ് ഈ പറയണത്. എന്തിനാ നോമ്പോറ്റ്? റബ്ബിൻ്റെ പൊരുത്തത്തിനാണ്. അപ്പം ജയിച്ചു, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ജയിച്ചു. അതിൻ്റെ ലാഭത എന്താ നോമ്പിൻ്റെ യഥാർത്ഥ നോമ്പിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ നിസ്കാരത്തിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ സ്വതക്കയുടെ ലാഭം റബ്ബിൻ്റെ പൊരുത്തമാണ്. സ്വതക്കൊക്കെ പല ലാഭമുണ്ട്. ഞങ്ങൾ പള്ളിക്കലും ഒക്കെ എപ്പോഴും സ്വതക്ക കൊടുത്തു നോക്കാം. എന്നാൽ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഇജ് വരാൻ കാത്തുക്കും. അതാണ് ഇതിൻ്റെ ലാഭം. പ്രസിഡന്റ് വന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇജ് വരാൻ കാത്തുക്കും. പള്ളിൻ്റെ ഒരു മൂത്തരപ്പരൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ, ഏത് കാര്യത്തിലും പള്ളിക്ക് സ്വതക്ക കൊടുക്കുന്ന ആളാണെങ്കിൽ, ആ ആഴ്ച ഗൾഫിലുള്ള ആഴ്ചയാണെങ്കിൽ തലേന്ന് സെക്രട്ടറി വിളിക്കും. അല്ല കുഞ്ഞോ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. രാവിലെ 8 മണിക്കാണ് മൂത്രം ഭാഗത്ത് നന്നാക്കണ തറക്കല്ലിട. ആയിക്കോട്ടെ, അപ്പോൾ ഇജ് വരണം, ഞങ്ങളെല്ലാവരും ഇജ് വരാൻ കാത്തിരിക്കണം. ആയിക്കോട്ടെ. പ്രസിഡന്റ് വരാൻ നേരം വയ്ക്കിയാലും ഇജ് വന്ന തറക്കല്ലിടും. എന്തുകൊണ്ട്? അതെൻ്റെ സദക്കൻ്റെ ലാഭമാണ്. അള്ളാഹ് സ്വീകരിച്ച സദക്കൻ്റെ ലാഭമല്ല, ഇജിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലാഭമാണ്. അങ്ങനെ കൊടുക്കണമെന്നായതുകൊണ്ടാണ് എന്നെ കാത്തിരുന്നത്. പ്രസിഡന്റിനെ കൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരമല്ല. മൂപ്പർ അവിടെ ഉണ്ടാക്കിയ പഴംപൊരിയും ചായയും മുണങ്ങിപ്പോകുന്നല്ലാതെ ₹1 മൂപ്പർ സ്വതക്ക കൊടുക്കൂല. ഇജ് കൊടുക്കൂ. അതുകൊണ്ട് ഒരു 25 ചാക്ക് സിമന്റ് എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇജ് വന്നിട്ടേ തങ്ങൾ തറക്കല്ലിടാം. തങ്ങളെ പറ്റി തമ്മയിക്കോളൂ. തങ്ങൾക്ക് ധൃതിയാണെങ്കിലും കുഞ്ഞു വന്നിട്ടില്ല, ഓൻ വന്നിട്ട് തറക്കിട്ടാൽ മതി. എന്തേ? അതെൻ്റെ സ്വതക്കൻ്റെ ലാഭമാണ്. എൻ്റെ കാട്ടിക്കൂട്ടുന്ന സ്വതക്കൻ്റെ ലാഭം, എൻ്റെ കാട്ടിക്കൂട്ടുന്ന നോമ്പൻ്റെ ലാഭം ബത്തക്ക, അതിന് കാട്ടിക്കൂട്ടുന്ന നിസ്കാരത്തിൻ്റെ ലാഭമാണ് എനിക്ക് പെണ്ണിട്ടിയത്. 5 കജും കാലും മോവൊക്കെ ഒന്ന് കഴുകുമോ? ആ കഴുകും. ഓ എന്നാൽ പിന്നെ പെണ്ണ് കൊടുക്കാം. ഓ അപ്പോൾ നിസ്കരിച്ചതിൻ്റെ ലാഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പരിയിലുള്ള ഓള കാരണമാണ്. ആ ഓള് എൻ്റെ നിസ്കാരത്തിൻ്റെ കാരണമാണ്. എനിക്ക് കിട്ടിയ ബത്തക്ക എൻ്റെ നോമ്പിൻ്റെ കാരണമാണ്. എന്നെ പ്രസിഡന്റും സെക്രട്ടറിയും കാത്തിരുന്നത് എൻ്റെ സ്വതക്കൻ്റെ കാരണമാണ്. എന്നാൽ യഥാർത്ഥ നോമ്പിന്റെ ലാഭത്തൊന്നുമല്ല, അത് റബ്ബിന്റെ പൊരുത്ത. റബ്ബിന്റെ പൊരുത്തുണ്ടെങ്കിലോ അടിമുടി മാറും. ഈ കഴിഞ്ഞ നോമ്പിൽ ഞാൻ സുന്നത്തിനൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോ? ഞാൻ ഈ നോമ്പിന് സുന്നത്തിനൊരു വ്യാഖ്യാനം പറഞ്ഞു. 2 സുന്നത്ത്. 1 അതിൻ്റെ ജഡം, 2 അതിൻ്റെ ആത്മാവ്. എന്താ ജഡം? തലക്കെട്ട്. സുന്നത്തിന്റെ ജഡമാണ് തലക്കെട്ട്. സുന്നത്തിന്റെ ജഡമാണ് തലമുറക്കൽ. സുന്നത്തിന്റെ ജഡമാണ് താടിയൊക്കെ. എൻ്റെ ആത്മാവ് എന്താ? എൻ്റെ ആത്മാവ് നീ ഹബീബായ നബിയിൽ ലയിക്കൽ. അതാണത്.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. സുന്നത്തിന്റെ ആത്മാവെന്താ? സുന്നത്തിന്റെ ആത്മാവ് നീ നബിയിലേക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജഡോ ആത്മാവുണ്ടാവും. ആത്മാവെന്താ? നബിയിൽ ജനിലേക്ക്. പിന്നെ നബി നെന്നിൽ മുളക്കുക. ഇതാണ് സുന്നത്തിന്റെ ആത്മാവ്. അപ്പൊ എനിക്ക് നഗല്ലെങ്കിലും വ്യാഴാഴ്ച വന്നാ മുറിക്കും. നഗല്ല എന്നാലും നീൽക്കോട്ടുകൊണ്ട് എങ്ങനെ കാട്ടും. കാരണം നബി കാട്ടിയത് കാട്ടല്ല, നിർവാഹമല്ല. നബി കാട്ടിയത് കാട്ടും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനുണ്ട്. നബിയിൽ ലിച്ചു ഇങ്ങനെ തല ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെയാണ് മറിക്കും. എന്തിന്? തല പറയുമ്പോൾ എനിക്ക് മുടിയില്ല, എന്നാലും വേദനിക്കും. എനിക്ക് നബിയുടെ സുന്നത്തിനെ പൂർത്തിയായി കിട്ടാൻ മാത്രം എനിക്ക് മുടി ഉണ്ടായില്ലല്ലോ, എന്നാലും ഇങ്ങനെ കാട്ടും. ഇങ്ങനെ കാട്ടണ്ടേ ഇല്ല. തല അടയുമ്പോൾ തല തടവിയിൽ ഇങ്ങനെ കാട്ടിയാൽ മതി. മുടിയുള്ളവന് ഇങ്ങനെയും കൂടി കാട്ടണം. എനിക്ക് മുടിയില്ലെങ്കിലും ഇങ്ങനെ കാട്ടും. നബിയുൽ മുസ്തഫ, എൻ്റെ നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ നബിയാണ്. അപ്പം നിന്നിലൂടെ നബി മുളക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സുന്നത്തറിയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ നീയോ അപ്പനെ കൊണ്ട് കാര്യമുണ്ട്. നിനക്ക് താടി ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ പറ്റിക്കും. നിന്നിൽ നബി ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ പറ്റിക്കൂല. താടിയുണ്ട് എന്നെ താലിക്കെട്ടുണ്ട്. അപ്പം അടുത്ത വീട്ടിലെ ചങ്ങായി ഗൾഫ് പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നാൾ നോക്കണം കേട്ടോ, എൻ്റെ ഒരു 10-30 വയസ്സ് തികയാത്തൊരു പാവപ്പെട്ട ഒരു പെണ്ണും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ, നോക്കണം കേട്ടോ. നല്ല താടിയുണ്ട്, താലിക്കെട്ടുണ്ടാകണ്ട. അയാൾ അങ്ങനെ പറഞ്ഞേ, ഇത് നല്ലോണം നോക്കി. അപ്പോൾ മൂപ്പര് വരണ്ടി വന്നില്ല ഓക്ക് പള്ളയിലുണ്ടാകാൻ. എൻ്റെ സുന്നത്തുണ്ട്. പുറത്തു വരണ്ട, സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അടുത്ത ആഴ്ച നിന്നിൽ നബി ഉണ്ടെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാലും ഈ ആ പെണ്ണിനെ മുത്ത് നോക്കൂല. നിന്നിൽ നബി ഉണ്ടെങ്കിൽ. അവർ 2 തരം സുന്നത്തുണ്ട്. താടി വെച്ചിട്ട് ബാപ്പാനെ തല്ലണ ആളെ എനിക്കറിയാം. താടിയോടുകൂടെ ടേണ കൊടുത്ത് ബാപ്പാക്ക് ആളെ ഞാൻ കേട്ടിട്ടുണ്ട്. ബാപ്പോ പറഞ്ഞ കേട്ടില്ല, കൊടുത്തു. അപ്പോൾ എന്തുണ്ട് ഇങ്ങനെ മലക്കുകളോട് കുടുങ്ങാം. ഇപ്പം മരിച്ചാൽ ഇനി പിന്നെ എവിടുക്ക കൊണ്ടുണ്ട്. പിന്നെ താടി നോക്കുമ്പോൾ കൊണ്ടുപോണ്ടത് സ്വർഗത്ത്, ബാപ്പാനെ തച്ച് നോക്കുമ്പോൾ കൊണ്ടുപോണ്ട്. മലക്കുകളോട് കൺഫ്യൂഷൻ ആക്കുക. എന്താ നമ്മൾ കാട്ടുക? എന്നിട്ട് ഓരോ മുഷാവറ യോഗം കൂടാ എൻ്റെ പേരിൽ വെച്ചിട്ട് എന്താ നമ്മൾ കാട്ടുക? അപ്പം എൻ്റെ റിക്കാർഡ് നോക്കുമ്പോൾ ഇഷ്ടം പോലെ സുന്നത്തുണ്ട്, ഇഷ്ടം പോലെ ബാപ്പാനെ തച്ചിട്ടുണ്ട്. എന്താ ഞാൻ കാട്ടുക? ഇഷ്ടം പോലെ അയൽവാസി പൊണ്ണിനെ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മലക്കുകൾ തന്നെയാണ് ഇടങ്ങേറാകുക. എന്നിട്ട് അള്ളാൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വെച്ചിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ കുടുങ്ങിയാലോ? അന്തമാണടാ, അന്തം. അത് പാടിച്ചോൻ തരണം. അന്തം. നിന്നിൽ മുഹമ്മദ് മുസ്തഫ, നീ മുഹമ്മദ് മുസ്തഫയിൽ ലയിച്ചിട്ട് നബിയെ നിന്നിലൂടെ മുളച്ചു വരുന്നതിനാണ്. അതാണ് സുന്നത്ത്. ഓൻ തെറ്റ് ചെയ്യൂലേ? ചെയ്തൂടെ? മാഴ്സിൻ നബിയിൽ ലയിച്ചോനല്ലേ? ലയിച്ചു. എന്നിട്ട് തെറ്റിയതില്ലേ? ചെയ്തു. പക്ഷേ പിന്നെ വീണു. ഇജൂല. പിന്നെ വീണു. വിചരിച്ച മനുഷ്യനെ പോലീസ് വിളിച്ചില്ല. ഒന്നോട് പറഞ്ഞു, ഞാൻ വിചരിച്ചിട്ടുണ്ട്. നബിയെ ഇനിയിപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ക്ലാസ് എടുക്കല്ല, എൻ്റെ ഒക്കെ തീരുമാനം ഉണ്ടാക്കി. ഞാൻ വിചരിച്ചു വരിക നബിയെ. എനിക്കെന്താ പിരാണ്ടോ? പിരാണ്ടില്ല, ഞാൻ വിചരിച്ചു വരികയാണ്. അപ്പോൾ ഒരാൾ എണീച്ചു. ആ സദസ്സ് എണീറ്റിട്ട് ഇതിന്റെ വായന്റെ അടുത്ത് മൂക്ക് വെച്ചു. കള്ളു കുടിച്ചു വരികയാണെന്നറിയാം. ഒരാൾ സദസ്സിൽ വന്ന് പറയാം, ഞാൻ വ്യഭിചരിച്ചത് ഫർജിമിനെ ഇപ്പോൾ എന്നെ എറിഞ്ഞുകൊല്ലണം. എന്നിട്ട് മതി ഇനി അടുത്ത ക്ലാസ്. പിന്നെയും ആൾ പറഞ്ഞുകൊണ്ടേ. ഒരാൾ എണീറ്റ് വന്ന് നോക്കി, അയാൾ കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. മഴസ് കള്ളൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ നബി അന്വേഷിച്ചു, പറഞ്ഞേ ശരിയാ, എറിഞ്ഞു വന്നു. എറിഞ്ഞിട്ടറന്നു. ഇന്നിപ്പോ നമ്മൾ വാദിക്കുക എറിഞ്ഞു കൊല്ലുക എന്നൊരു ക്രൂരതയാണ്. ഈ വ്യക്തി തന്നെ ഒന്ന് പറഞ്ഞു എന്നെ എറിഞ്ഞുകൊള്ളണം. എറിയുന്ന കൂട്ടത്തിൽ ഒരാൾ മദീന വൃത്തികേടാക്കിയോനെ, വ്യഭിചരിച്ചോനെ.
റസൂലില്ലാഹി ഇല നബിയിൽ മുസ്തഫ. അപ്പോൾ ഒരാൾ നബിയിൽ ആ സദസ്സിൽ നിന്ന് ആ എറിഞ്ഞു കൊല്ലുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ നബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മാഇസിനെ ചെരുപ്പുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ള ആ ആളുകളെ വിളിക്കാൻ കൽപ്പിച്ചു. അവൻ നബിയുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മാഇസിനെ അറിയുമോ? എന്റെ മഅ്സ് ചെയ്ത തൗബ മദീനയിലേക്ക് ഇറക്കി വെച്ചാൽ മദീനക്കാർക്ക് ലോകാവസാനം വരെ വേറൊരു തൗബയുടെ ആവശ്യമുണ്ടാവില്ല. അതാണ് എന്റെ മഅ്സ്. നിങ്ങളെ മുന്നിൽ എന്റെ മഅ്സ് നിങ്ങൾ എറിഞ്ഞപ്പോൾ വീണില്ലേ? അപ്പോൾ മഅ്സ് സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പിൽ വിശ്രമിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ആദം മറന്നിട്ടുണ്ടെങ്കിൽ മക്കളും മറക്കും. അത് മനുഷ്യന്റെ ദോഷമല്ല, അത് മനുഷ്യന്റെ നെഗറ്റീവ് അല്ല. മനസ്സിലായില്ല? ആദം നബി മറന്നിട്ടുണ്ടെങ്കിൽ പറ, മക്കൾ ഓർക്കും. നമ്മൾ തലിക്കെട്ടമാർ തലിക്കെട്ടി തന്നെ നടക്കും, ഈ മണ്ടാവില്ല. തളിയിലോ തളിണ്ടോ അതിന് നടക്കും. സുന്നത്ത് അങ്ങനത്തെ പാമ്പ് പള്ളി പോയും വിശ്വസിക്കാൻ പറ്റൂല. എന്തേ? മഅ്സ് നബിയിൽ ലയിച്ചിട്ട് നബി മുളച്ചതാ. മഅ്സ് തെറ്റിയതാലും മഅ്സ് സ്വർഗാവകാശിയാ, അള്ളാഹിന്റെ പൊരുത്തത്തിലാ. എന്തേ? മഅ്സിൽ നബി മുളച്ചതാ, മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാ സുന്നത്തെടുത്താലും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അമുക്കാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് മാത്രമേ ഉള്ളൂ ഈ തലയെ കിട്ടുന്ന അടി. ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. ഒരു മാസത്തിലെങ്കിലും എന്നോടൊരാൾ പറയാറുണ്ട്, ഇന്ന ആളിൻ്റെ സ്ഥലത്ത് ഒരു സ്വാലിഹായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന് ഇടക്കിടക്ക് ഒരാൾ ആരെങ്കിലും എന്നോട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ അയാൾ ചോദിക്കും അയാൾ പറ്റി. അപ്പോൾ പറയും, തന്നിനാടനാണ്, തന്നിനാടൻ. ഇന്നാലിന്ന നാട്ടിൽ ഒരു മൊലിയരുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയുന്നത് ഈ അടുത്ത കൊല്ലങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല. ഇനി അതുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്താ കാരണം? കാരണം നാടൻ നന്നാവുന്നത് അവൻ നാശമാണ് എന്ന ബോധത്തിൽ നിന്നാണ്. മൂല്യർ ഒരിക്കലും അങ്ങനെ നന്നാവില്ല. മൂല്യരുടെ ധാരണ ഞാൻ നല്ലോണാണ് എന്നാണ്. ഒരു നന്നാവില്ല. അവിടുന്ന് അലോന് വിളിച്ച് ഞങ്ങൾ ലലാലിമുബിൻ എത്തിയിടന്നില്ല. ആയത്തിനെ അവിടെ പറഞ്ഞു എന്ന് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കാറുണ്ട്. അവർ നേരത്തെ മോശപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ നബി അവരെ ശുദ്ധീകരിച്ചു. എന്തുകൊണ്ട്? അവർ മോശപ്പെട്ടവരായിരുന്നു, ശുദ്ധീകരിച്ചു. നമ്മളൊക്കെയോ നമ്മളെ തലയെക്കെട്ടിന്റെ വലിപ്പം കണ്ടാൽ നമ്മളവരാ നന്നാക്കൂല. നമ്മൾ നല്ലോനല്ലേ? അതിന് നന്നാകണം. കാര്യം നാശമാണ്. നമ്മൾ നാശമില്ലല്ലോ, പിന്നെ നന്നാവാം. വളരെ 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 ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക് തല കൊടുത്ത്. എന്തേ? റമളാൻ നമ്മളിൽ ഒരു പരിവർത്തനം നടത്തിയില്ല. പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ റമളാൻ നോത്തിട്ടുമില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടായി, കൊടുക്കുന്ന പാനീയത്തിൽ വ്യത്യാസമുണ്ടായി, ഭക്ഷിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായി, ഭാര്യയുമായി രമിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായി. മനസ്സിൽ മാത്രം വ്യത്യാസം ഉണ്ടായില്ല. എന്തുകൊണ്ട്? മനസ്സ് നമുക്കുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അവർ നേരത്തെ വ്യക്തമായ വഴികേടിലായിരുന്നേലും അതാണ് അവരെ വിജയം. അതാണ് വിജയം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് 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 കൊടുക്കുക. മനസ്സിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് കയറ്. അള്ളാഹു മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. നീ നിലപാട് നന്നാക്കണ്ടേ? നിലപാട് നന്നാക്കണം. ലോകം കണ്ട രണ്ട് പണക്കാരെ പറഞ്ഞുതരാം. രണ്ടാളും മുഅ്മിനീങ്ങളാണ്. അപ്പൊ പണം കൊണ്ട് മനുഷ്യൻ നാശാവും. പണ്ടേ ബേജാറുണ്ട്. മഞ്ചേരി അങ്ങാടിയിൽ വലിയ കോടിക്കണക്ക് റുപ്യൻ്റെ ബിൽഡിംഗ് ഉണ്ട്. പേര് അതുകൊണ്ട് വന്ന് നാശാവില്ല, നന്നാവില്ല. നമ്മളൊന്നും കാര്യമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ മുതലാളി റഹ്മത്തുള്ളാഹി ഖാസിമി ആകാം, അതുകൊണ്ട് നാശാവില്ല, നന്നാവില്ല.
കാസിമി കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. നന്നാവോ? ഇല്ല. നാശാവോ? ഇല്ല. ഇന്ന് വരെയുള്ള കോമൺ ഹിസ്റ്ററി രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ധനാഢ്യൻ മാൻസ മൂസയാണ്. അതിനേക്കാൾ വലിയൊരു ധനാഢ്യൻ ലോക ചരിത്രത്തിൽ കോമൺ ഹിസ്റ്ററിയിലില്ല. ഇല്ല. പിന്നെ ഒരാൾ സയ്യിദ് സുലൈമാനാണ്. ഉറക്കപ്പറ, സയ്യിദ് സുലൈമാൻ. 2 മുഅ്മിനീങ്ങൾ, ഒന്ന് നബി, ഒന്ന് നബിയല്ല. ചിന്തിക്കില്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ലോകമടക്കി ഭരിച്ച ഏറ്റവും വലിയ ഒരു രാജാവ് സുലൈമാനുൽ ഖാനൂനിയാണ്. അയാളെക്കാൾ ലോകത്തിന്റെ വിസ്തൃതമായ ഒരു ലോകം ഏറെ അടക്കി ഭരിച്ച ഒരാളെ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ സുലൈമാനുൽ ഖാനൂനിയാണ്. അയാൾ മുഅ്മിനാണ്. മൻസമൂസയേക്കാൾ ഒരു പണക്കാരൻ ഇന്ന് വരെ ലോക ചരിത്രത്തിലില്ല. മാലിക്കാരനാണ്, ആഫ്രിക്കയിലെ മാലിക്കാരനാണ്. അദ്ദേഹം ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് 1000 പള്ളികളുണ്ടായി. അദ്ദേഹത്തിന്റെ നാട്ടിലെ സ്വർണ്ണ നാണയങ്ങൾ ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ സ്വർണം. അപ്പോൾ ഉരുട്ടി. മനസ്സിലായില്ല? ലോഹം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തുക. ഉരുട്ടണമെങ്കിൽ കൂടുതൽ ലോഹം വേണം. അദ്ദേഹത്തിന്റെ ലോഹങ്ങളെല്ലാം ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ആവശ്യത്തിനും അതിനപ്പുറം സ്വർണ്ണുണ്ട്. ചിന്തിക്കണം. ചിന്തിക്ക്. ഹജ്ജിന് പോയി വന്നപ്പോൾ 1000 പള്ളി ഉണ്ടായി. 1000 ഗ്രാമങ്ങളിൽ പള്ളി ഉണ്ടായി. വലിയ പള്ളി. പോയി തിരിച്ച് മാൻസമൂസ മാലിയിൽ തിരിച്ചെത്തിയപ്പോഴത്തിന് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മാലിക്കി മദ്ഹബിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാൻസമൂസ ഉണ്ടാക്കിയതാണ്. അയാളെപ്പോലെ ഒരു പണക്കാരൻ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനറിയില്ല. ചിന്തിക്കണം. അങ്ങനെ തന്നെ സുലൈമാൻ ഖാനൂനി ഹംഗറിയിൽ നിന്ന് മരിക്കുന്നത്. ഇന്ത്യനൽ ഓർഗൻസ് എല്ലാം അവിടെ മറവ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. 2 കബറ ഉള്ളിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കീറിയെടുത്തിട്ട് അവിടെ മറവ് ചെയ്തു. പിന്നെ കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ മറവ് ചെയ്തു. 2 കബറാണ് സുലൈമാനുൽ ഖാനൂനിക്ക്. സുലൈമാനുൽ ഖാനൂനിന്റെ വസിയത്താണ് എന്ത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ 2 വെളിവാക്കി പുറത്ത് കിടന്നു. അതാണ് അദ്ദേഹത്തിന്റെ അസ്ലി. അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോവുകയാണെന്ന് ലോകം കണ്ടോട്ടെ. ഭയങ്കര നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യന്മാരല്ല. സുലൈമാൻ ഖാനൂനി ഭയങ്കര ആളാണ്. എനിക്ക് എൻ്റെ ഉപ്പാനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ, എൻ്റെ ഉടപ്പറപ്പിനെ പോലെ. കാരണം ആ ചരിത്രം കാണാൻ നമ്മൾ അത്ഭുതപ്പെട്ടു. അവരൊക്കെ അത്രയും വലിയ ചരിത്രം സുലൈമാനുൽ ഖാനൂനിയുടെ. ഈ ആളുകൾ 3 ആളെ ഞാൻ പറഞ്ഞല്ലോ. ഈ 3 ആളും മുഅ്മിന. പണം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും നശിക്കണമെങ്കിൽ ഇവരൊക്കെ നശിക്കൂല. പണം കൊണ്ടൊരാൾ നശിക്കൂല, അധികാരം കൊണ്ടൊരാൾ നശിക്കൂല, നന്നാവൂല. നിലപാട് കൊണ്ടാണ് നന്നാവുന്നതും നാശമാവുന്നതും. അവിടെ പഠിക്കണ്ടേ. പണം കൊണ്ട് നന്നാവില്ല. വളരെ 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 ചിന്തിക്കുക. പഠിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിനെ പറ്റി. ഒരാൾ പണം കൊണ്ട് നന്നാവില്ല, നാശാവില്ല. പണം കൊണ്ട് നാശാവാണെങ്കിൽ മാൻസമൂസ നാശമാവണം. അധികാരം കൊണ്ട് നാശമാവാണെങ്കിൽ സുലൈമാനുൽ ഖാനൂനി നാശമാവണം. ആളുകളാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ഒന്നുമില്ലാതെ പോവാണെന്ന് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് മയ്യത്ത് കട്ടിലിന്റെ പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. കൈ അങ്ങനെയാ മയ്യത്തുണ്ടായത് സുലൈമാനുൽ ഖാനൂനിയെ. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ മുഅ്മിനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അധികാരി മുഅ്മിനാണ്. ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? നിലപാടാണ് വിഷയം. ഒരു നാട്ടിൽ കഥയിരുന്നു. പിന്നീട് അദ്ദേഹം ഗൾഫിൽ പോയി. എത്തിപ്പെട്ടത് കള്ളുണ്ടാക്കി വിൽക്കണ ഒരു റൂമിലാണ്. പിന്നെ മൂപ്പര് കള്ളൂടിയനായി. ആ ആളെ എനിക്കറിയാം. നാട്ടിലാരായിരുന്നു? കള്ളിരുന്നു. ഗൾഫിലാരായി? കള്ളൂടിയനായി. കള്ളും കച്ചവടം. ആര് പിടിച്ചിരുന്നോളി? ഉള്ള ഈ മൻ പോകുമല്ലോ. അല്ല ഇയാളെ വാസന വന്നിട്ട് പോകൂടെ ചെന്നായി ചവിട്ടി നെളുക്കിയിട്ടില്ലാവില്ലാക്കണം. ആക്രി കടക്കാരന് പാത്രങ്ങൾ വിറ്റാൽ, ഒരു ഓട്ടപ്പെട്ട പാത്രം ആക്രി കടക്കാരന് വിറ്റാൽ നിങ്ങൾ വിറ്റ് പൈസ തന്നോടുകൂടെ പിന്നെ ഓൻ്റെ അധികാരം ഓനെ ചവിട്ട് ചെയ്യാം.
ചവിട്ടി 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 പിന്നെ അതിനെ ഒരു ചാക്ക് മത്സ്യം തളപ്പോണ്ട കുടുക്ക തരാക്കിയിട്ട് ചവിട്ടി ഒരു കുടുക്ക പറഞ്ഞു എന്നെ ചവിട്ടാൻ പറ്റൂല, ഞാൻ ബഹുമാനപ്പെട്ട കുടുക്കയാണ്. ഒന്നാവില്ല. പിന്നെ ഓനെ കൊണ്ടിട്ട് പൂനെയിലെ വലിയ ഫാക്ടറിയിലേക്ക് വിളിച്ചെറിയും. അവിടെ ചവിട്ടൽ മാത്രമല്ല, അവിടെ ഓനെ തീ കൊടുക്കും. 4 ദിവസം കഴിഞ്ഞാൽ 1-ാം നമ്പർ കുടുക്കായി തിരിച്ചു. എന്തേ? ഓൻ ചവിട്ടിന് വിധേയനായി, ഓൻ കത്തന് ശിക്ഷക്ക് വിധേയനായി. ഞാൻ നന്നാവും നന്നായി. അതിന് ചവിട്ടിട്ട് പിന്നെ ഓൻ അനുഭവിച്ചു ബന്ധു. ഇപ്പം നന്നായി. ഞാൻ ഒറിജിനൽ കുടിക്കാണ്. നിങ്ങൾ പഴയ അലുമിനിയം പാത്രങ്ങൾ പുതിയ പൈസക്ക് വാങ്ങും. ഇവരെന്നെ വാങ്ങും, ഇപ്പറക്കാർ വാങ്ങും അലുമിനിയം പാത്രം. എത്ര കിലോ വില? കിലോ 10 രൂപ. ഏയ് അങ്ങനെ പറയില്ലടാ. നിങ്ങൾ കൂട്ടിക്കൊണ്ട് 10 ആണെങ്കിൽ അജുമേ നിങ്ങൾക്ക് സംഭാവന തന്നാൽ മതി, എനിക്കങ്ങനെ ആവശ്യം. അവസാനം 10 രൂപയും കൊടുത്തു. എന്തുകൊണ്ട് ഈ മൂല കിടക്കുന്ന ഇവിടെ മൂല ഒഴിവാകുമല്ലോ. പിന്നെ ഓരത് 450-നും 500-നും തിരിച്ചു വാങ്ങും. എന്തേ? ഓനെ എന്ത് ചെയ്തു? ചവിട്ടി. അജുമാന്റെ കയ്യിൽ നിന്ന് ഓനെ പോണോടുകൂടെ ആക്രിക്കടക്കാരൻ ആദ്യം ചെയ്ത് ചവിട്ടാണ്. ഇപ്പം ഈ ചവിട്ട് കണ്ടാൽ അജുമ നന്നാക. എന്തുകൊണ്ട്? അജുമ 6-7 ഹജ്ജ് ചെയ്തിക്കണമെങ്കിലും ഇപ്പോഴും അയൽവാസികൾക്ക് അവരെ കൊണ്ട് ശല്യം മാറിയിട്ടില്ല. എന്തുകൊണ്ട്? ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. എന്ത് നടന്നില്ല? ചവിട്ട് നടന്നില്ല. ചവിട്ട് കിട്ടണം. അജിനൊന്നും പോണ്ടില്ല. ഇനി ചവിട്ടിട്ട് തന്നെ സ്വർഗത്തിലെത്തും. നമ്മൾ അജിനോ എന്തിനും പുറം കാട്ടി കൊടുക്കൂല, ചവിട്ടിന് പുറം കാട്ടി കൊടുക്കണം. ചവിട്ടണം, ചവിട്ട് കിട്ടണം. അല്ലാതെ നന്നാവില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിലപാടല്ലാതെ ഒരു മനുഷ്യൻ നന്നാക്കൂല. നിലപാട് മാറ്റണം. ചിന്തിക്ക് വളരെ ഞാൻ കിട്ടുന്നില്ല. ഇതൊരു തുടക്കാണ്. ഞാൻ അല്ലാഹു ലത്തീഫുൻ ബിഇബാദി ഷൂറയിലെ 19-20 ആയത്തിന് ആ വ്യാഖ്യാനം തീർന്നിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ നോമ്പിലേക്കൊന്ന് കയറിയത്. വളരെ ചിന്തിക്കണം. നിന്റെ കോലല്ലേ മാറ്റണം, നിന്റെ ഉള്ളിലെ കോലം മാറ്റണം. നിന്റെ ഉള്ളിലെ കോലം മാറ്റണം. എന്നാ അങ്ങനെ എന്താ വേണ്ടത്? നല്ലോരും നിസ്കരിക്കും, നല്ലാത്തവരും നിസ്കരിക്കും, നല്ലോരും നോമ്പ് വിൽക്കും, നല്ലവരല്ലാത്തവരും നോമ്പ് വിൽക്കും, നല്ലവർ സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലവര് ഹജ്ജിന് പോവും, നല്ലവരല്ലാത്തവരും ഹജ്ജിന് പോവും. അപ്പൊ ഹജ്ജ് കണ്ടു വിരിക്കണ്ട, നിസ്കാരം കണ്ടു വിരിക്കണ്ട. അപ്പൊ വൈലുല്ലിൽ മുസല്ലി, നിസ്കരിച്ചവരിൽ വലിയൊരു ശതമാനത്തിന് നരകമാണ്. അപ്പൊ നിസ്കാരം കണ്ട് വിധിക്കാൻ പറ്റില്ല. നിസ്കാരം വിധിയുടെ മാനദണ്ഡമല്ല. നല്ലോരും നിസ്കരിക്കും, പറയാൻ നല്ലോരും നിസ്കരിക്കും, നല്ലവരല്ലാത്തവരും നിസ്കരിക്കും, നല്ലൊരു നോമ്പ് വിൽക്കും, നല്ലവരല്ലാത്തവരും നോമ്പ് വിൽക്കും, നല്ലൊരു സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലൊരു ദിക്റിലും നല്ലവരല്ലാത്തവരും നല്ലോണം ദിക്റിലും, നല്ലൊരു കുറച്ചേ ദിക്റുണ്ട്, നല്ലവരല്ലാത്തവർക്ക് അടുത്തിരിക്കാൻ വേണ്ടി തുപ്പലം തെറിച്ചിട്ട് നാട്ടിലെ വിത്തിന് മുഴുവൻ ഉണ്ടാക്കും. അടുത്തൊക്കെ ഇരുന്നാൽ നമ്മളങ്ങോട്ട് മഴ പെയ്യാൻ തോന്നും. അതുകൊണ്ടൊന്നും റാമത്തുള്ള വഞ്ചിതനാവൂല. ഊരൊക്കെ ചവിട്ടാണ് അവനുണ്ടത്. കള്ളനാണ്. ചെകുത്താൻ വേദമോതും, നല്ലോനും വേദോടും. അറേ ഈ 100,000 കൂലിൻ്റെ മുമ്പ് ആലോചിച്ചാള. ജാദ്യം നല്ലോൻ ഖുർആൻ ഓതിയാൽ ആ 1-ന് 10 കൂലി. നല്ലോനല്ലാത്ത ഖുർആൻ ഓതിയാൽ 10 ചവിട്ടാണ്. ചെകുത്താനും വേദമോതും. വേദം എല്ലാവർക്കും ഓതാനാ. നല്ലവർക്കും ഓതും, നല്ലവർക്കും ആവും. പാറയുടെ ചങ്ങായി നല്ലോരും ഓടും, നല്ലോരല്ലാത്തവരും നല്ലോണോടും. മുമ്പ് കഴിഞ്ഞു. നമ്മൾ നന്നായില്ല. എന്തേ? നിലപാടില്ല. നമ്മൾ തറാവീനെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വന്നവരാണ്. ഞാനതിഷ്ടമില്ല. നമ്മൾ തറാവിയോട് സ്വർഗത്തിൽ പോകണം. അവസാനം നമ്മൾ ഇറങ്ങി കൊടുത്ത സ്വതക്കല്ലേ. ആ സ്വതക്ക എനിക്ക് എന്ത് അതുള്ളത്? എൻ്റെ പൈസയല്ലല്ലോ. എനിക്ക് എന്ത് കൂലിട്ട? സദക്ക കൊടുത്താൽ എങ്ങനെയാണ് സദക്ക കൊടുത്താൽ കൂലിട്ട? എൻ്റെ പൈസ എണീക്ക്, ഒരു 10 രൂപ എണീക്ക്. എനിക്ക് എന്ന് പറയാം, എണീക്ക്. ഞാൻ സ്വതക്ക ഉദാഹരണം ഞാൻ വിളിക്ക് 10 റുപ്യ വലിയ നോട്ടിക്ക്, ചെറിയ നോട്ട് തന്നെ വലിയ നോട്ട്. അത്തരം ഒരു 10 തന്നെ ആക്കണം. 500 റുപ്യ. അതാണ് ആ കുട്ടികൾ. 500. ഇങ്ങോട്ട് മാറിക്ക് കുട്ടി. നിങ്ങൾ എണീറ്റ് വരും. ഇങ്ങോട്ടേക്ക്
നിങ്ങൾക്ക് അടുത്തുനിന്ന് പായ്മൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പിടിച്ചോ. ഞാൻ സ്വതക്കൊക്കെ ഉദാഹരണം പറയാട്ടോ. നിങ്ങളെല്ലാവരും കാണില്ലേ? നിങ്ങളെല്ലാവരും കാണില്ലേ? നിങ്ങൾ കൂലിട്ടോ. ഇതെല്ലാം അങ്ങനെ സ്വതക്ക ഞങ്ങൾക്ക് കൂലിട്ട. ഓൻ്റെത് ഞങ്ങനാണ് കൊടുത്തു. ഇനിങ്ങനെ കൂലിട്ട് എനിക്ക് എങ്ങനെ സ്വതക്കൊക്കെ കൂലിട്ടത്? എങ്ങനെ എൻ്റെ പൈസയാണോ? പൊട്ടന്മാരെ സ്വതക്കൊക്കെ കൂലിട്ടെന്ന് വിചാരിച്ച് നടക്കണ പൊട്ടന്മാരെ സ്വതക്ക കൂലിട്ടോ? എൻ്റെ പൈസയാണോ? എന്താ ഓർമ്മ? എൻ്റെ പൈസയാണോ? അല്ല, അൻവറ പൈസ എനിക്ക് തന്നു, ഞാൻ ഈ കുട്ടി കൊടുത്തു. എങ്ങനെ കൂലിട്ടണ്? ഒമിമ്മ അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും, അവരുടേത് അല്ല. ഇതെങ്ങനെ കൂലിട്ടുക? കൂലി കിട്ടുന്നത് ഒരു ബോധത്തിൽ നിന്നാണ്. ഇതെൻ്റെ റബ്ബിൻ്റെ അത്വാബാണ്. ഇതിന് അവകാശിയായ സാധുവാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അയാൾക്ക് ഞാൻ കൊടുക്കേണ്ടതില്ല, പക്ഷെ എനിക്കൊരവസരമാണ് എൻ്റെ റബ്ബ് തന്നു, ഒരവസരവും തന്നു. ഈ ബോധത്തിനാണ് സദക്കൻ്റെ കൂലി. ആ ബോധം ഉണ്ടോ? വഞ്ചിതൻ ഇറച്ചി പൊറാട്ടി നിന്നൂടെ പൈസക്ക്? സദക്കൊക്കെ കൂലി കിട്ടണമല്ലേ? അയ്യയ്യേ, ഞാൻ ദാറുൽ ഖുർആനിലേക്ക് ദാനം ചെയ്തോളി നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വഞ്ചിതനാകണ്ട. അതൊക്കെ ഇവിടെ പൈസ ഇട്ടാൽ മതി, നിങ്ങൾക്ക് കൂലി കിട്ടാനല്ല. നിങ്ങൾക്ക് കൂലി കിട്ടിയാൽ എന്താ കിട്ടിയില്ലേ? നിങ്ങൾക്ക് കൂലിട്ടണമെങ്കിൽ നിലപാട് നന്നാക്കണം. എന്താ നിലപാട്? ഇൻ്റെതല്ല, ഈ ആൾക്ക് ഞാൻ കൊടുക്കേണ്ടതും ഇല്ല. ഇയാൾക്ക് ഞാൻ കൊടുത്താലേ ഉള്ളൂ. അല്ല, അയാളെ ഏറ്റത് അള്ളാഹുവാണ്. അപ്പം എനിക്കൊരവസരം കിട്ടി. ഇയാൾക്ക് എൻ്റെ ആവശ്യമല്ല, പക്ഷേ എൻ്റെ റബ്ബിനിക്ക് തന്നു, ഇയാൾക്ക് കൊടുക്കാനൊരു അവസരവും തന്നു. അപ്പോൾ രണ്ട് തെരലിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. ഒന്ന്, അള്ളാഹു തന്നു, കൊടുക്കാൻ അവസരവും തന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു മധ്യവർത്തിയാണ്. എൻ്റേതല്ല, ഇയാൾക്ക് എൻ്റെ ആവശ്യവും ഇല്ല. അപ്പം കൂലി. അതേതാ കൂലി? റബ്ബിനെ തന്നെ കിട്ടി. റബ്ബ് നിൻ്റെതായി. സദക്കെടുത്തു ഇറച്ചി പൊറാട്ടി തന്നെ ഞങ്ങന്മാരെ. നിങ്ങൾ നല്ല മട്ടൻ ബിരിയാണിയും മട്ടൻ ചാർസും തിന്നാലും മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കണേ. ആ പൈസ കൊണ്ട് ഒരു കാര്യമല്ല. സ്വർഗം തരില്ല, സ്വർഗം കൊടുത്തില്ലേ തരില്ല. മനസ്സിലായില്ല? ചിന്തിക്ക്. ഇതാണത്. മനസ്സിലായില്ലേ? തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓല മുതലല്ല, ഞാൻ കൊടുക്കണതാണ്. എടാ, ബാങ്കിലെ ക്യാഷറേജ് കണ്ടിട്ടില്ലേ? ഒരു ചില്ലും കുട്ടിൽ അതിന്റെ പുറത്തൊക്കെ നല്ല നല്ല എന്ത് നല്ല ഇരുമ്പിന്റെ കമ്പിന്റെ ഉള്ളിലാണ് അയാളെ കുത്തിരിക്കുക. ക്ലർക്കും മാനേജറും വരെ എല്ലാവരും കണ്ണുകൊടുത്തിരിക്കും. ഇയാളെ ചില്ലിന്റെ കൂട്ടിന്റെ ഉള്ളിലേക്ക് പുറത്ത് കമ്പിട്ട് കെട്ടി വളരെ സുരക്ഷിതമായിട്ടാണ് ആരെ ഇരുത്തുക? ക്യാഷർ ഇരുത്തുക. ക്യാഷർ പൈസ അങ്ങനെ കൊടുക്കണ കാണുമ്പോൾ മണ്ടമത്തെറിഞ്ഞാന്ന് ചോദിക്കണം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? എടുക്കണേ നേരത്തിലേ ഇതല്ലേ പറയുന്നത്? അതിനല്ലേ ബാങ്കിലെ ക്യാഷർ തരുന്നത് അയാളെ മുതലാണോ? അതിനല്ലേ ഇജ്ജ് തരുന്നത് എൻ്റെ മുതലാണോ? റബ്ബിൻ്റെ മുതലല്ലേ? ഇജ്ജ് ക്യാഷറല്ലേ? എന്നോട് ഞാൻ മണ്ടം ചൊറിയേണ്ട ആവശ്യത്തിനാ? നമ്മൾ മുതലാളിമാർ ബിൽഡിംഗ് ആയിട്ട് തന്നാൽ ഓല മുന്നിൽ ചൊറിയും, ഓല ഇരുത്തിയിട്ട് നമ്മൾ നാവ് നീട്ടിയിട്ട് പ്രസംഗിക്കും. ഇയാൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടായത്. അവരൊറ്റ പ്രസംഗം കൊണ്ട് 70 കൊല്ലത്തെ അമര് പത്രമാവും മൂലിയരെ. മനസ്സിലായില്ലേ? തല കൊടുത്തിറങ്ങായി ഓന്തല്ലോ. ഒമിമ്മ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ അറിയാതെ പോണ്ടെന്ന് വിചാരിച്ചത്. ഒരാളതും അല്ലടോ, ഒരാളതും അല്ല. ആരുടേതാണ്? അല്ലോ ബനാര ഇല നക്കിയുടെ ചിരി നക്കി ബനാര. ഒമിമ്മ ഇയാളെ കയ്യിൽ നിന്നൊന്നുമില്ല, ഞാൻ കൊടുക്കണോ ഇയാൾക്ക്? ഞാൻ കൊടുക്കണോ ഇയാൾക്ക്? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ റഹ്മത്തുള്ളാഹിൽ ഖാസിമി റിസ്ഖുഹാ. അങ്ങനെയാണ് ആയത്ത്. ഓതിയൻ മാറ്റിടാ എൻ്റെ മുസാഫിൽ വിട്ട്. റഹ്മത്തുള്ളാഹി ഖാസിമിയാണ് എല്ലാത്തിനും അവലംബിക്കേണ്ട ആള്, കൊടുക്കേണ്ട ആളെങ്കിൽ മാറ്റടാ എൻ്റെ മുസാഫിൽ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലാ റഹ്മത്തുള്ളാഹിൽ ഖാസിമി റിസ്ഖുഹാ. അങ്ങനെ അക്കടങ്ങായി. അവൻ്റെ 1500-ാമത്തെ സൂപ്പർ മാർക്കറ്റിന് ഉദ്ഘാടനത്തിന് നമുക്ക് സന്തോഷമായി. എന്തുകൊണ്ട്? മുതൽ കൂടെ തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടും. ബനാരടെ അങ്ങായി തീട്ടന്തൂറി എന്നല്ലാതെ. വൈകുന്നേരം ഉണ്ണുകയും രാവിലെ
പോയിട്ട് വിസർജിക്കുകയും ചെയ്യുന്ന മഠയന്റെ പേരാണ് മനുഷ്യൻ. ഉണ്ണുകയുമില്ല ഉറങ്ങുകയുമില്ലാത്തവനാണ് ആര്? അല്ലാഹു. അവനെ ആശ്രയിക്കണമെങ്കിൽ ഇവനാരട താന്തക്കും തറവാട്ടിലും ജനിക്കണം. ആദ്യം താലികെട്ടെല്ലാം ഉണ്ട്, തന്തക്ക് ജനിക്കണം. ആദ്യം താലികെട്ടിൽ പിന്നെ മതി, ആദ്യം തന്തക്ക് ജനിക്കണം. നല്ല ബലമുള്ള തന്തക്ക് ജനിക്കണം. എന്നിട്ട് നിലപാടുണ്ടാക്കും. മനസ്സിലായില്ലേ? ബലാലിടും ഇയാൾക്ക് ഞാൻ കൊടുക്കണം. ഇയാളെ ആള് റബ്ബല്ലേ, നീ ഇത് ഇന്റേതാണോ? പൈസ മനസ്സിലായില്ലേ? ചിന്തിക്ക്, നിലപാട് മാറ്റ്. റമളാനിൽ കൊടുത്ത സ്വതക്ക നിന്റേതല്ല, ആരുടേതാണ്? എനിക്കതിന് അവസരം തന്നല്ലോ, കരിഞ്ഞോ? അവിടെയാ കരയില്ലേ? വാങ്ങണോന്നല്ലടാ കരയണത്, കൊടുത്തോ കരയണം, സന്തോഷമുണ്ട്. അതാണ് സ്വതക്ക. എന്താ പറഞ്ഞേ? വാങ്ങുന്ന ഫക്കീറല്ല കരയേണ്ടത്. ഫക്കീറിന് വരാല്ലെങ്കിൽ ഒരാൾ കിട്ടും, കൊടുക്കാൻ അവസരം ഉണ്ടാകാൻ കരയണം. മനസ്സിലായില്ലേ? വാങ്ങുന്ന ഫക്കീറല്ല ഇസ്ലാമിൽ കരയുക, കൊടുക്കുന്ന മുതലാളിയാണ്. എന്തുകൊണ്ട്? അതൊരവസരമാണ്. ആ അവസരം തന്നത് ആരാണ്? അല്ലാഹ്. കരഞ്ഞു. ഇസ്ലാമിൽ ധനാഢ്യൻ കരഞ്ഞു കൊടുക്കുന്നതാണ് സ്വതക്ക, ദരിദ്രൻ കരഞ്ഞു വാങ്ങുന്നതല്ല. മറ്റു പല സ്ഥലങ്ങളിലും സംസ്കാരങ്ങളിലും സാധുക്കൾ കരഞ്ഞു വാങ്ങുന്നതാണ് സ്വതക്ക. ഇസ്ലാമിൽ മുതലാളി കരഞ്ഞു കൊടുക്കുന്നതാണ് ഇസ്ലാമിലെ സ്വതക്ക. നിലപാട് മാറ്റി ഇരുന്നോളി. കൂടുതൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടല്ലേ? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്ക്, തന്നെ കൊടുക്ക്. ഓൻ്റെ ഊരൊക്കെ ചവിട്ടി എനിക്ക് 2 വട്ടം സ്വർഗം കിട്ടുന്നല്ലാണ്ട് ഓനെ ഇനി മഞ്ചേരിൽ ഓന് 6 കോടിൻ്റെ അല്ല 160 കോടിൻ്റെ മുതലുണ്ടായ ബനാരാണ്. ഓനെ നമ്മൾ ബഹുമാനിക്കും. ഊരൊക്കെ 4 ചവിട്ട് കൊടുക്കാന്നല്ല, ഓനാരുടെ കൈ. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഡോക്ടറാണിരിക്കണം, ഇതൊരു ഡോക്ടറാണ്. ഉദാഹരണം, പ്രഗത്ഭനായ ഡോക്ടർ, നല്ല കുട്ടിയാണ്, എനിക്കറിയാം. നല്ല കുട്ടിയാണ്, നല്ല ഡോക്ടറാണ്. ഡോക്ടർ നമുക്ക് രോഗം വരുമ്പോൾ സമീപിക്കുന്ന ആളാണ് ആര്? ഡോക്ടർ. അതിനെന്തേ? ഇയാളാരാ? എനിക്ക് രോഗം വന്നാൽ ഷിഫയാക്കുന്നത് ഡോക്ടറല്ല, അല്ലാഹ്. ഇയാളൊരു മാധ്യമം മാത്രമാണ്. ഇയാളല്ലെങ്കിൽ വേറൊരാളല്ലെങ്കിൽ വേറൊരാൾ. ഇനി ഒരാളില്ലെങ്കിലും വേണ്ടില്ല. ഒരാളല്ലെങ്കിൽ ഒരാൾ, ഇനി ഒരാളുമല്ല. ഒരാള് അണ്ണാക്കിൽ എന്ത് ചെയ്തു എന്നറിയോ? അണ്ണാക്കും കൊണ്ട് ചേർത്തു. അഭയയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അണ്ണാക്കും കൊണ്ട് ചേർത്ത്, തൊണ്ടയ്ക്ക് വെള്ളം ഇറങ്ങൂല, അത്രയും ഇങ്ങോട്ട് തൂങ്ങി, അണ്ണാക്കം കൊണ്ട് വീർത്തുപോയി. അപ്പോൾ അഭയയിലെ വലിയ ആശുപത്രി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു, വലിയൊരു രോഗം വന്നതാണ്, നിങ്ങൾക്ക് തലക്ക് ക്യാൻസർ പിടിച്ചാണ്, അങ്ങനെ മുഴയാണ്, അതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ വലിയ പൈസ വരും, നാട്ടിൽ പോയിക്കൊള്ളി. അങ്ങനെ അയാൾ നാട്ടിൽ പോരുക. അയാൾ നല്ല പണിക്കാരനാണ്, അയാൾ കഫീലിന് നല്ല പണിക്കാരനാണ്. അപ്പൊ അയാൾ പോരുകയാണ്. അപ്പം VC ഒക്കെ അടിച്ച് റീ എൻട്രി അടിച്ച്, പിന്നെ സമയത്രേ 8:30. എട്ടരയായോ? അല്ലാ, നേരം വൈകി. 2 വാക്ക് നേരം ബുദ്ധിമുട്ടാവോ? 2 വാക്ക് ഇയാൾ പോകാൻ ഒരുങ്ങ. അപ്പോൾ ഇയാള് ടിക്കറ്റിനും പാസ്പോർട്ടിനും വേണ്ടി കഫീലിന്റെ വീട്ടിൽ വിശ്രമിക്കുക. കഫീലിന്റെ അവിടുന്ന് ഒരു കട്ടഞ്ഞായ കൊണ്ടത്. അപ്പൊ കഫീലിന്റെ ഒരു അകന്ന ബന്ധുവായ ഒരു വയസ്സൻ അതിഥി കഫീലിന്റെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ട്. വയസ്സനായ ഒരാൾ, കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കഫീലിനെ പറഞ്ഞേക്കാണ്, എൻ്റെ ഒന്നും ഇങ്ങനെ സുഖമില്ല, നല്ലൊരു ജോലിക്കാരനാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ വന്നു, ഇവിടെ ചേർത്തു, ഡോക്ടറെ കാണിച്ചപ്പോൾ അഭയയിലെ ഡോക്ടർ, ഇങ്ങനെ വലിയ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് തലക്ക് എന്തോ ക്യാൻസറോ മറ്റോ പിടിച്ചിട്ടുണ്ടാവും, നാട്ടിൽ പോകലാണ് നല്ലത്, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യണം എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, തൊള്ള തുറക്കുന്നു. ഇയാൾ തൊള്ള തുറന്നു. അപ്പം അയാൾ ചൂണ്ടുകാരോട് ഒറ്റ കുത്തുന്നതോടുകൂടെ ചേലവും ചോരയും കാരമാവധി നെക്കിപ്പിഞ്ഞ് ഒക്കെ നെക്കിപ്പിഞ്ഞ് കളഞ്ഞ്. നാടൻ ഒരു അറബി എന്നിട്ടൊരിക്കൽ അയാൾ പുറത്തുപോയി, എവിടെയോ പോയിട്ട് എന്തോ ഒരു പച്ചില കൊണ്ടുവന്നു, അതിങ്ങനെ ഉരുട്ടിയിട്ട് അവിടെ തേച്ചു കൊടുത്തു. ഈ തൊള്ളങ്ങനെ മേപ്പിട്ട് വെച്ച് കുറച്ചേരം കിടന്നു. അയാൾ പറഞ്ഞു, ഒരു സോക്കട എനിക്കില്ല, നാട്ടിൽ പോകലിന് പോണെങ്കിൽ പോയി വന്നു.
അനക്ക് ദീനല്ല, ആളെ ദീനം മാറി. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ദീനുണ്ടായില്ല. വേണമെങ്കിൽ പെണ്ണുങ്ങളെ കുട്ടികളെ അടിച്ചാലേ ഒന്ന് പോയെന്നോ, അല്ല ദീനത്തിന് ഒരു വേണ്ട, ദീനം ഉണ്ടാവില്ല. അത് വേറെ അങ്ങനെയുണ്ട്. അയാൾ നേരിട്ടിനോട് പറഞ്ഞു. മനസ്സിലായില്ലേ? 10 പൈസ ചെലവാക്കാതെ ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഇവന്റെ രോഗം മാറ്റാൻ ആര് തീരുമാനിച്ചു? അല്ലാഹ്. അതാണ് കണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് രോഗം വന്നാൽ അവൻ ശിഫ നൽകും. ഇതൊക്കെ മാധ്യമങ്ങളാണ്, ഞാനൊരു മാധ്യമമാണ്. വയലു പറയും ഇതൊരു മാധ്യമമാണ്. വയലില്ലെങ്കിലും നന്നാവും. വയലുണ്ടായാൽ നന്നായിക്കോളൊന്നുമില്ല. ഒരു നാട്ടിൽ ഞാൻ റമളാൻ മുഴുവൻ വയലു കമ്മിറ്റിക്കാരിയായിട്ട് ഒമ്പലോ ഇരുന്നിട്ട് വയലു പറഞ്ഞു 30 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പല ആളുകൾ നന്നായി, കമ്മിറ്റിക്കാർ നന്നായില്ല. നന്നായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ 2002 സംഭവം. 23 കൊല്ലം മുമ്പുള്ള എൻ്റെ സർവീസ് സ്റ്റോറി തുടങ്ങുക 2002 ക്ലാസ് തുടങ്ങുക. ഇത് 2002. 30 ദിവസം മാലിൽ. ആ മാലിൽ പല ജപാലിയൊക്കെ നന്നായി എന്ന് മാത്രമല്ല അവരെന്നോട് പറഞ്ഞു. ഞങ്ങളൊക്കെ ജുമാക്കോകാതെ ബ്ലൂ ഫിലിമിന് പോയിന്. ഇന്നത്തെ വെള്ളിയാഴ്ച കണ്ടാണ് ഒരു ഫിലിം ഉണ്ടല്ലോ ഉച്ച നേരത്തെ, അങ്ങനത്തെ ഫിലിമിന് പോയിന് ആളുകളായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം സിനിമകൾക്ക് തിരിഞ്ഞു നോക്കൂല. നല്ല ആളായി. എത്രയോ വലിയക്കാരനോട് പറഞ്ഞു. പലരും നന്നായി. ആരും നന്നായില്ല, കമ്മിറ്റിക്കാരനായില്ല. എന്തുകൊണ്ട്? നന്നാകണേന്ന് ആഗ്രഹിച്ച ഒന്നുമില്ലാണ് നാട്ടുകാർ. നന്നായതുകൊണ്ട് വയറ് നടത്തിയവരാണ് കമ്മിറ്റിക്കാർ. പുറത്ത് പറയണ്ട. ഓൻ നന്നവനാണ്. ഓൻ നല്ലോനായതുകൊണ്ടാണല്ലോ ഓൻ വയറ് നടത്തി. അപ്പോൾ ഞാൻ നന്നാവില്ല, കാരണം അവൻ ഓൾറെഡി നല്ലോനാണോ. അള്ളാന്റെ റസൂൽ വരുന്ന സമയത്ത് ഇവരൊരു പെൺകുട്ടികളെയും കൊല്ലൂല, കള്ളും കുടിക്കൂല, വലിയ സ്വർഗത്തിക്ക് ഇങ്ങനെ അർശിക്ക് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഒരുത്തൻ നന്നാവില്ല. കാരണം ഇവരെന്താണല്ലോ അതൊക്കെ നമ്മൾ എന്ന് നിർത്തിയതാ. ഞങ്ങളോട് പറഞ്ഞു ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചു. ബദരീങ്ങൾ കുടിച്ചിരുന്നോളി വീണു. എന്ത് പറഞ്ഞു? പറയടാ, ബദർ യുദ്ധം കഴിഞ്ഞിട്ടും കുടിക്കാനുള്ളതാണ് എങ്ങായി. എന്ത് പറയട എങ്ങായി? എന്താ അവർക്കൊരു മടി? പറയട എങ്ങായി? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചോളെ എങ്ങായി? ആര്? മജ്‌ലിസിനൂർ ചെല്ലണ ബദരീങ്ങൾ എങ്ങായി? എനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? ഞാൻ അടുത്ത ചെല്ലണ്ട, ഞാൻ ചെല്ലിക്കോളാം. ഞാൻ കള്ളുടിച്ച ബദരീങ്ങൾക്കായില്ല. എന്തുകൊണ്ട്? ഒരു മോശമാണെന്ന് അവർക്കറിയാം. പിന്നെ കള്ളിൻ്റെ അയത്തിറങ്ങി ഒരു സ്വീകരിച്ചു. അന്ന് കള്ളും കഞ്ഞിയും തമ്മിൽ വ്യത്യാസമല്ല. മനസ്സിലായില്ലേ? കള്ള് കുടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് കുടിച്ചാണോ? അല്ല, അന്ന് കള്ളും കഞ്ഞിയും വ്യത്യാസമല്ല. അക്കാലത്ത് ആയത്തിറങ്ങിയിട്ടില്ല. ബദർ യുദ്ധം നടക്കുമ്പോ ആയത്തിറങ്ങിയിട്ടില്ല. എന്നാണ്ടേ ബദർ യുദ്ധം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആയത്താണ്ട് ഇറക്കുക. കാരണം നീ ഇവരെ പറ്റി പിൽക്കാലത്ത് വെള്ളന്മാർ വെള്ളറിഞ്ഞാൽ ഇവർക്കൊരു ഷെയ്മല്ലേ. അപ്പൊ ജിബ്രീലിനോട് എന്ത് ചെയ്ത്? ജിബ്രീലെ, ബദർ യുദ്ധം നാളെ നടക്കാൻ പോകുക, നിങ്ങൾ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് ആയത്ത് വേഗം കൊടുക്കി. എന്റെ ജിബ്രീലിന് ഓഫീസ് ഡ്യൂട്ടി തിരക്കായത് കൊണ്ടാണോ ആയത്ത് കൊടുക്കാഞ്ഞ്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കുടിച്ചട കള്ള് അവരാണ് ബദരീങ്ങൾ. അവരെക്കാൾ മഹാന്മാർ ലോകത്ത് ഇല്ല. ഈ മുത്തുനബിയുടെ ധാർമ്മികവൽക്കരണത്തിന് മുമ്പ് ഏറ്റവും വലിയ ചീത്തയിലാണ് അവരെങ്കിലും അവർ നന്നായി. എന്തുകൊണ്ട്? അവർ ചീത്തയിലായതുകൊണ്ട് നന്നായി. നമ്മൾ ചീത്തയിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് റമളാൻ കഴിഞ്ഞിട്ടും നന്നായില്ല. നമ്മൾ ശഅബാനിലും നല്ലോര് പറ, റമളാനിലും നല്ലോര്, ശവ്വാലിലും നല്ലോര്. പിന്നെ എന്തിനാണ് നമുക്കൊരു കാര്യം കിട്ടി? ബഹുമാനപ്പെട്ട ബത്തക്ക. നമ്മളെ നോമ്പിനെ വത്തക്ക നോമ്പ് എന്ന് പറയുന്നു. അൽ ഫാത്തിഹ.